ആ ശനിയാഴ്ച രാത്രി ഫാദർ ടിംബർട്ട് പള്ളിയുടെ ഓഫീസിൽ നിന്ന് തൻ്റെ വീട്ടിലേക്ക് വിളിക്കുന്നത് രാത്രി ഏറെ വൈകിയേ മടങ്ങി വരൂ എന്ന് പറയാനായിരുന്നു. അപ്പോൾ തന്നെ രാത്രി ഏകദേശം 10 മണി കഴിഞ്ഞിരുന്നു. 2 തവണ വിളിച്ചിട്ടും വീട്ടിലാരും ഫോൺ എടുത്തില്ല. കുറെ കൂടെ കഴിഞ്ഞ് വീണ്ടും വിളിച്ചപ്പോൾ ഭാര്യ ഫോൺ എടുത്തു. അദ്ദേഹം വിളിച്ച കാര്യം പറഞ്ഞു. എന്നാൽ ആദ്യത്തെ 2 തവണയും എന്താണ് ഫോൺ എടുക്കാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു ഫോൺ കോൾ വന്നിട്ടേ ഇല്ല എന്നായിരുന്നു ഭാര്യയുടെ മറുപടി. ശനിയാഴ്ച കഴിഞ്ഞു, ഞായറാഴ്ച കഴിഞ്ഞു, തിങ്കളാഴ്ച പതിവ് പോലെ പള്ളിയുടെ ഓഫീസിൽ ഫാദർ ടിംബർട്ട് ഇരിക്കുമ്പോൾ അപരിചിതനായ ഒരാളുടെ ഫോൺ കോൾ വന്നു. വിളിച്ചയാളിന് അറിയേണ്ടിയിരുന്നത് ഒരു കാര്യം മാത്രമാണ്: എന്തിനാണ് തന്നെ ശനിയാഴ്ച രാത്രി വിളിച്ചത്. ഫാദർ ടിംബർട്ട് എത്ര ആലോചിച്ചിട്ടും അങ്ങനെ ഒരാളെ വിളിച്ചതായി ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ശനിയാഴ്ച രാത്രി താൻ വീട്ടിലേക്ക് വിളിച്ച കാര്യം ഓർമ്മ വന്നു. അദ്ദേഹം അപരിചിതനോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് ഒരു ക്ഷമാപണം നടത്തി. എന്നാൽ വിളിച്ചയാളിന് പറയാനുണ്ടായിരുന്നത് വേറൊരു കഥയാണ്. ജീവിതത്തിൽ എല്ലാം നഷ്ടമായി നിരാശനായി ജീവിതം അവസാനിപ്പിക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഫാദർ ടിംബർട്ടിന്റെ കോൾ വന്നത്. മരിക്കാൻ ഒരുങ്ങും മുമ്പ് അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നു, ഞാൻ ജീവിച്ചിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ എന്തെങ്കിലും ഒരു അടയാളം തരണമേ എന്ന്. അപ്പോഴാണത്രേ ഈ ഫോൺ കോൾ വരുന്നത്. ഫോണിന്റെ കോളർ ഐ ഡിയിൽ ഇങ്ങനെ കാണിച്ചു: ഗോഡ് ഓൾമൈറ്റി കോളിംഗ്. സർവശക്തനായ ദൈവം വിളിക്കും. ഒരു നിമിഷം ഫാദർ ടിംബർട്ട് സ്തബ്ധനായി എഴുന്നേറ്റ് നിന്നു. അദ്ദേഹത്തിന്റെ പള്ളിയുടെ പേര് ഗോഡ് ഓൾമൈറ്റി ചർച്ച് എന്നായിരുന്നു. ജീവിതത്തിലെ നിർണായക ഘട്ടങ്ങളിൽ എല്ലാവർക്കും ഇതുപോലെയുള്ള സന്ദേശങ്ങളും കോളുകളും വരും. എന്നാൽ അതിൽ നിന്ന് യഥാർത്ഥമായും ദൈവത്തിന്റെ വിളി തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനം. ഇന്നത്തെ ഞായർ പള്ളിക്കൂടം ആരംഭിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ജീവിതത്തിൽ എല്ലാവർക്കും ഓരോ സ്വപ്നങ്ങളുണ്ട്. ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിനും ഓരോ പദ്ധതിയുണ്ട്. വിളിക്കുന്നത് ദൈവമാണെങ്കിലും അബ്രഹാമിനെ വിളിച്ചതിനല്ല മോശയെ വിളിച്ചത്. ശമൂവേൽ പ്രവാചകനായപ്പോൾ ശൗൽ രാജാവായി. പത്രോസിനെ വിളിച്ചതുപോലെയല്ല പൗലോസിനെ വിളിച്ചത്. ഇനി നമ്മളെ വിളിക്കുമോ? ഇക്കാര്യമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അഭിമന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്തയുടെ സന്ദേശത്തിലേക്ക്. ദൈവത്താൽ വിളിക്കപ്പെട്ടവർ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഒരിക്കൽ കൂടെ നിങ്ങളെ ഈ ഞായർ പ്രഭാതത്തിൽ ഒന്നിച്ചു കാണുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള സന്ദേശം, പാഠം ഗോഡ് കോൾസ് യു അല്ലെങ്കിൽ ജീസസ് കോൾസ് യു എന്ന ഇംഗ്ലീഷിൽ. മലയാളത്തിൽ ദൈവം നിങ്ങളെ വിളിക്കുന്നു, യേശു നിങ്ങളെ വിളിക്കുന്നു. അത് ഏകവചനത്തിൽ പറഞ്ഞാൽ ഓരോരുത്തരോടുമായി യേശു നിന്നെ വിളിക്കുന്നു, ദൈവം നിന്നെ വിളിക്കുന്നു, എന്നെ വിളിക്കുന്നു, നാം ഓരോരുത്തരെയും വിളിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ 2 കാര്യമാണ് എനിക്ക് ഊന്നി പറയുവാനുള്ളത്. യേശു ക്രിസ്തു നിങ്ങളെ വിളിച്ചു കഴിഞ്ഞതല്ലേ? എന്തായി? ദൈവ പൈതലായി. ദൈവ പൈതലായി ദൈവം നിങ്ങളെ സ്നാനത്തിലൂടെ വിളിച്ച് വേർതിരിച്ചവരാണ്. അപ്പോൾ നിങ്ങൾ വിളിക്കപ്പെട്ടവരാണ്, വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ് ദൈവ പൈതലായി ജീവിക്കുവാൻ. നമ്മളുടെ വാക്കിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ പ്രവൃത്തിയിൽ. അപ്പോൾ ജീസസ് ഹാസ് ഓൾറെഡി കോൾഡ് യു. ദൈവം നിങ്ങളെ വിളിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഈ പൊതുവായ ദൈവവിളിയോടൊപ്പം തന്നെ there is a special call. പ്രത്യേകമായി നിങ്ങളെ വിളിക്കുന്നു. അങ്ങനെ പ്രത്യേകമായി വിളിക്കുമ്പോൾ നിങ്ങൾക്കൊരു നിയോഗവും തരുന്നുണ്ട്. എ മിഷൻ,
a task, a duty, a responsibility to be fulfilled where you are appointed and sent. ദൈവം നിങ്ങളെ എവിടെയൊക്കെ അയച്ചിരിക്കുന്നുവോ, എവിടെ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നുവോ, ആ തലങ്ങളിലെല്ലാം നിങ്ങൾ ആ പ്രത്യേകമായ വിളി അനുസരിച്ച് ജീവിക്കുവാൻ ബാധ്യസ്ഥരാണ്, കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ there is a general call, a call as a child of God. That is already there. അത് ഉണ്ട് ഇപ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് ചോദിക്കാം, ആർ യു റിയലി എ ചൈൽഡ് ഓഫ് ഗോഡ്? യഥാർത്ഥമായും നിങ്ങൾ ഒരു ദൈവ പൈതലാണോ എന്ന ചോദ്യം. അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ രണ്ടാമത് സൂചിപ്പിച്ചതുപോലെ there is a special call, പ്രത്യേകമായ ഒരു വിളിയുണ്ട്. എന്തിനായാണ് ആ പ്രത്യേകമായ വിളി? ഒരു പക്ഷേ അധ്യാപകനായി നിങ്ങൾ വിളിക്കുന്നു എന്നിരിക്കാം, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകനായി, അധ്യാപികയായി, ഒരു വൈദ്യശാസ്ത്ര രംഗത്ത്, സേവന രംഗത്ത്, ആരോഗ്യ മേഖലയിൽ ശുശ്രൂഷ അനുഷ്ഠിക്കുന്ന ഒരു നഴ്സായി, ഒരു ഡോക്ടറായി, അതേപോലെ തന്നെ ഒരു എൻജിനീയറായി, സമാനമായി ഒത്തിരി തലങ്ങളിൽ ഒരു IT മാനായി, ഒരു കമ്പ്യൂട്ടർ സ്പെഷ്യലിസ്റ്റായി, ഇങ്ങനെ എത്രയോ തലങ്ങൾ, ഒരു കർഷകനായി, ഇങ്ങനെ ഒരുപാട് തലങ്ങളിൽ ദൈവം നിങ്ങളെ പ്രത്യേകമായി വിളിച്ചാക്കുന്നുണ്ട്. ദിസ് ഈസ് എ സ്പെഷ്യൽ കോൾ. ഒരു കുടുംബ പശ്ചാത്തലം നോക്കൂ. ഒരു വീട്ടമ്മയായി, ഒരു അമ്മയായി, ഒരു ഗൃഹനാഥനായി, വീട്ടിലെ പിതാവായി, ഒരു മകനായി, മകളായി, സഹോദരനായി, സഹോദരിയായി, ഇങ്ങനെ എവിടെയൊക്കെ നമ്മളാകുന്നുവോ അവിടെയെല്ലാം ദൈവം നമുക്കൊരു പ്രത്യേകമായ നിയോഗം തരുന്നുണ്ട്. വൈദികരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനാവും, അതൊരു സവിശേഷമായ ദൈവവിളിയാണ്, ഒരു പ്രത്യേകമായ വിളി. അതോടൊപ്പം അതിൽ തന്നെ സവിശേഷതയുള്ള ഒരു ദൈവവേലയാണ്, അതൊരു ദൈവവിളിയാണ്. പൊതുവെ ദൈവവിളി എന്ന് പറയുമ്പോൾ ഒരു പുരോഹിതനായി സേവനമനുഷ്ഠിക്കുന്നതിന്, ഒരു അവിവാഹിത പുരോഹിതനായി സേവനമനുഷ്ഠിക്കുവാൻ, അല്ലെങ്കിൽ ഒരു വിവാഹിത പുരോഹിതനായി സേവനമനുഷ്ഠിക്കുവാൻ, ഒരു കോൺവെൻറ്റ് സിസ്റ്ററായി, സന്യസ്ത സഹോദരിയായി, ഇങ്ങനെ ദൈവവിളിക്ക് ഒത്തിരി മേഖലകൾ ഉള്ളതായി നാം കാണുന്നുണ്ട്. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ 2 ലേഖനം 2 അധ്യായം 3 വാക്യം, 2 തിമോത്തിയോസ് 2 അധ്യായം 3 വാക്യം, ക്രിസ്തുയേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. ക്രിസ്തുയേശുവിൻ്റെ നല്ല ഭടനായി നീ എന്നോടുകൂടെ കഷ്ടം സഹിക്കുക എന്ന് തിമോത്തിയോസിനോട് പറയുമ്പോൾ അതൊരു ദൈവവേലയിലെ സവിശേഷമായ ഒരു വിളിയായി നാം തിരിച്ചറിയുകയാണ്. അപ്പോൾ നമ്മൾ വൈദികനായിക്കൊള്ളട്ടെ, സന്യാസിയായിക്കൊള്ളട്ടെ, അധ്യാപകനായിക്കൊള്ളട്ടെ, അധ്യാപികയായിക്കൊള്ളട്ടെ, വ്യവസായിയായിക്കൊള്ളട്ടെ, കർഷകനായിരിക്കട്ടെ, ഡോക്ടറായിരിക്കട്ടെ, എൻജിനീയറായിരിക്കട്ടെ, അതെല്ലാം തന്നെ ഒരു ദൈവവിളിയായി നാം തിരിച്ചറിയണം. അവിടെ ഒരു ദൈവപൈതലായി അടിസ്ഥാനപരമായി നമ്മളുടെ ചിന്ത അങ്ങനെയാവണം. സവിശേഷമായി ദൈവം പ്രത്യേകമായി എന്നെ ഇങ്ങനെയൊക്കെയായി വിളിച്ചു വേർതിരിച്ച് അയച്ചിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ദൈവവിളിക്ക് അനുസരണമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം എന്നെ അയക്കുകയാണ്. ഐ ആം സെൻറ്റ്. പുതിയ നിയമത്തിൽ അതിനുപയോഗിച്ചിരിക്കുന്ന ക്രിയാപദം അപ്പോസ്റ്റോലോസ് എന്നാണ്, അപ്പോസ്തോലൻ എന്നാണ്. സുറിയാനിയിൽ അത് ശ്ലീഹ എന്നാണ്. ഏത് തലത്തിലാണോ ശുശ്രൂഷ അനുഷ്ഠിപ്പാൻ ദൈവം നിങ്ങളെ വിളിച്ച്
നിയോഗിച്ച് അയക്കുന്നത്. അപ്പോൾ നിങ്ങൾ അയക്കപ്പെട്ടവനും അയക്കപ്പെട്ടവളും എന്ന അർത്ഥത്തിൽ അപ്പോസ്തോലരാണ്, അയക്കപ്പെട്ടവരാണ്. അപ്പോസ്തോലിക ശുശ്രൂഷയാണ് നമ്മളിവിടെ എല്ലാം നിർവഹിക്കുന്നത് എന്ന് പ്രത്യേകം ഓർത്തിരിക്കണം. വിളിക്കപ്പെട്ടവരും അയക്കപ്പെട്ടവരുമാകുന്നു എന്നുള്ള ചിന്തയിൽ നമ്മളത് പൂർത്തീകരിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ അനുഗ്രഹീതരാവുകയാണ്. മാത്രമോ നിങ്ങളൊരു സ്വാധീനത്തിൻ്റെ ചുറ്റുവട്ടമുണ്ടാക്കുന്നു. ഒരു മാതൃകയുടെ ഒരു 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 മൂർത്തരൂപം നിങ്ങളായി മാറുകയാണ്. എല്ലാവരും നിങ്ങളെ നോക്കുന്നു. നിങ്ങളെങ്ങനെ സംസാരിക്കുന്നു, അല്ല ഞാനെങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെ നടക്കുന്നു, എങ്ങനെ പെരുമാറുന്നു, ഇതെല്ലാം ആ വിളിക്കനുസരണമായ സ്വാധീനങ്ങളായി മാറുകയും എൻ്റെ ചുറ്റുവട്ടത്തിലുള്ള ആളുകളെ ഞാൻ വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിലേക്ക്, രക്ഷയുടെ അനുഭവത്തിലേക്ക്, രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ ഉയർത്തുകയുമാണ്. കുഞ്ഞുങ്ങളെ, you were called to be a child of God, and you were called to a special role and a role model where you were sent or appointed. നിങ്ങൾ എവിടെയാണോ അയക്കപ്പെട്ടിരിക്കുന്നത്, എവിടെയാണോ നിങ്ങളായിരിക്കുന്നത്, സ്കൂളിലാണെങ്കിൽ ഒരു നല്ല കൂട്ടുകാരനായി, നല്ല വിദ്യാർത്ഥിയായി, ഒരു നല്ല ദൈവ പൈതലായി, മാതൃകയുള്ള കുഞ്ഞായി, വിദ്യാർത്ഥിയായി, ഒരു സഹോദരനായി, സഹോദരിയായി നിങ്ങൾ നിലകൊള്ളുവാൻ കഴിയുമ്പോൾ നിങ്ങളുടെ വിളിക്കനുസരണമായി നിങ്ങളുടെ ദൗത്യം നിങ്ങൾ നിർവഹിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളെ മാത്രമല്ല, നിങ്ങളിലൂടെ അനേകരെയും. ദൈവത്തിൻ്റെ കൃപ നാം എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാനുള്ള നിയോഗത്തിന് ദൈവവിളി എന്ന് പറയാമോ? അങ്ങനെയെങ്കിൽ ദൈവത്തെ ചൂണ്ടിക്കാണിക്കുകയും തൊട്ട് കാണിക്കുകയും ചെയ്യുന്നവരുടെ വിളി എന്താണ്? ഇനി അതാണ് യഥാർത്ഥ ദൈവവിളിയെങ്കിൽ അത് ലഭിക്കുന്നവൻ കിട്ടുമെന്ന് ഉറപ്പുള്ളതെല്ലാം ഉപേക്ഷിച്ച് മല കയറിക്കളയും. അതിന് അപാര ചങ്കുറപ്പ് വേണം. അതാണത്രേ യഥാർത്ഥ ഹീറോയിസം. പറയുന്നത് ഫിയാത്ത് മിഷന്റെ പുണ്യാളൻ. എന്താടി എടീ, നീ എന്നോട് പറഞ്ഞിട്ടില്ലേ നമുക്കൊക്കെ ഒരു ജീവിതമുള്ളൂ, അത് വെറുതെ അടുക്കളയിൽ കിടന്ന് പൊട്ടും കടലുണ്ടാക്കി തീർക്കാനുള്ളതല്ല, കുറച്ചൊരു വ്യത്യസ്തമായിട്ടൊക്കെ ജീവിക്കണമെന്ന്. ഞാൻ നിന്നോടും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇതുകൊണ്ടേ അപ്പനോടുത്തേ. എന്നിട്ടോ? ഞാനൊരു വെറൈറ്റി ലൈഫ് ചൂസ് ചെയ്തു. ആണോ? അടിപൊളി. എന്താണ്? എന്തായിരിക്കും? നീ പറ. ഞാൻ പറയണോ? നീ പറ. നീ പണ്ട് പറഞ്ഞ പോലെ സ്കൂബ ഡൈവിംഗ് ആണോ? പോടി, ജീവിതകാലം മുഴുവൻ വെള്ളത്തിൽ കിടക്കാൻ പറ്റൂ? ഇതിലും മധുരമൊന്നുമില്ലല്ലോടി, കുടിച്ചോക്കേ. എങ്കി നീ പറ. ഞാൻ മടത്തി ചേരാൻ പോവാ, കന്യാസ്ത്രീ ആവാൻ. എന്താ പറഞ്ഞ? ഞാൻ കന്യാസ്ത്രീ ആവാൻ തീരുമാനിച്ചൂന്ന്. എന്താ, വെറൈറ്റി ലൈഫ് അല്ലേ? നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. പോയി ചത്തൂടെ മോളെ. എന്താടി, എനിക്ക് ചേരില്ല. അതെ, നീ എന്റെ കൂടെ നാളെ കോൺവെന്റ് വരൂ. മധുരട്ടൊരു ചായ കൊണ്ടുവാടി. എന്താണ്? നല്ല മധുരം ഉണ്ടല്ലോ. പോയി കൊണ്ടുവാടി. വരാം. കിട്ടിയ ചായ കുടിച്ചിട്ട് വല്ല പണിക്കും പോയിക്കൂടെ? ഈ കൊറോണയെ കഴിയുമ്പോ എന്നെ കെട്ടിക്കാനുള്ളതല്ലേ? അപ്പനാണത്രേ അപ്പൻ. എന്റെ പുണ്യാളാ. ചേട്ടാ, ആരാണ്? എന്താണ്? ഇവിടെ സിസ്റ്റേഴ്സ് ആരും ഇല്ലേ? ഉണ്ടല്ലോ, ബെല്ലടിച്ചില്ലേ? എങ്കിൽ ഇപ്പൊ വരും, ഒരു 5 മിനിറ്റ്. അവിടെ ഇരുന്നു ആ കസരയില്. പിച്ചക്കാരൊക്കെ വരുമ്പോ അവിടെ ഇരിക്കുന്നത്. അവിടെ പോയിരുന്നോ? ആ ചേട്ടന്റെ കിളി പോയതാന്ന് തോന്നുന്നു. നിങ്ങൾ എന്തിനു വന്നാ? തുടങ്ങി. കന്യാസ്ത്രീകളാവാനോ? അല്ല ചേട്ടാ, മീൻ പിടിക്കാൻ വന്നതാ. ഒന്ന് പോയി തരുമോ? പക്ഷെ നിന്നെ കണ്ടു കഴിഞ്ഞാൽ മീൻപിടുത്തക്കാരിയാന്ന് പറയില്ല കേട്ടോ.
മനുഷ്യരെ പിടിക്കുന്ന ആളാതേ തോന്നുള്ളൂ. എന്താ പേര്? പാരയായല്ലോ. എന്തേലും പറയടി. പേരില്ലേ? സൂസി. സൂസി. അപ്പൊ അത് ലൂസി ആയിരിക്കും അല്ലേ? ആ അതെ. അല്ല, മോളെന്തിനാ കന്യാസ്ത്രീ ആവണത്? അത് ചേട്ടാ, ഈ പാവങ്ങളൊക്കെ സഹായിക്കാൻ വേണ്ടിയാ. അതിന് പാവങ്ങളെ സഹായിക്കാൻ കന്യാസ്ത്രീ ആവണോ? ഈ പാവപ്പെട്ടവരെ രോഗികളൊക്കെ ശുശ്രൂഷിക്കാൻ വേണ്ടിയാ. അതിന് നേഴ്സായ പോരെ? ശരിയാണല്ലോ. പൊടി. അതെ ചേട്ടാ, ഈ പാവപ്പെട്ട കുട്ടികൾക്കൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ദൈവത്തെ പറ്റിയൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ വേണ്ടിയാ. എന്റെ മോളെ അതിന് വേദോടെ പഠിപ്പിച്ചാ പോരെ, അല്ലെ സ്കൂളിൽ പഠിപ്പിച്ചാ പോരെ? എന്തിനാ കന്യാസ്ത്രീ ആവണേ? നിനക്കൊന്നും ഒരു ബോധമില്ലടി. ഒരു കിഴങ്ങും അറിയില്ല, എന്നിട്ട് കന്യാസ്ത്രീ ആവാൻ നടക്കുന്നു. ചേട്ടൻ പുല്ല് പറിക്കാൻ വന്നല്ലേ? ചണമര. എനിക്ക് ചാണകം വരിയാ മതി, ഞങ്ങളെ വരണ്ട കേട്ടോ. അപ്പോ ലൂസിക്ക് വെച്ചത് സൂസിക്ക് കൊണ്ടു അല്ലേ? മോളെ, നീ കർത്താവിന്റെ മണവാട്ടിയാകാൻ വന്നല്ലേ? ഈ കർത്താവിനെ പറ്റി എന്തെങ്കിലും അറിയാവോ? അയ്യോ, ചേട്ടൻ ആദ്യം പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഒരു കിഴങ്ങും അറിയില്ല. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ പ്ലീസ്? ആ, അങ്ങനെ ചോദിക്ക്, ഞാൻ പറഞ്ഞുതരാം. ഈ കർത്താവുണ്ടല്ലോ, കർത്താവ് ഒരിക്കലും രോഗികളെ ശുശ്രൂഷിച്ചിട്ടില്ല, സുഖപ്പെടുത്തിയിട്ടേ ഉള്ളൂ. പിന്നെ ഈ ദൈവത്തെ പറ്റി പറഞ്ഞു കൊടുക്കാൻ എല്ലാവർക്കും പറ്റും. പക്ഷെ കർത്താവ് അതല്ല ചെയ്തത്. ദൈവത്തെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, തൊട്ട് കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് മോളെ മണവാട്ടി, നീ കർത്താവ് ചെയ്ത പോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കണം. ഈ ശിഷ്യന്മാരൊക്കെ ചെയ്ത പോലെ മറ്റൊരു ക്രിസ്തു ആകണം. അതല്ലേ ഹീറോയിസം? എന്താ മക്കളെ, കേറി വാ. പക്ഷെ നിന്നെ കണ്ടു കഴിഞ്ഞാൽ മീൻപിടുത്തക്കാരിയെന്ന് പറയില്ല കേട്ടോ, മനുഷ്യരെ പിടിക്കുന്ന ആളെ തോന്നുന്നു. അപ്പോ ലൂസിക്ക് വെച്ചത് സൂസിക്ക് വന്നു. എടി, ഞാൻ രാത്രി മുഴുവൻ ചിന്തിക്കുകയായിരുന്നു ആ പുല്ല് പറിക്കാൻ വന്ന ചേട്ടൻ പറഞ്ഞ കാര്യം. ആണോ? ഞാൻ ദേ ഇപ്പം. അല്ല, നീ എന്താ ചിന്തിച്ചത്? എടി, എനിക്ക് മറ്റേ ബാംഗ്ലൂരിലെ നഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടി. IELTS എഴുതിയിട്ട് ഹോസ്റ്റലിൽ കൊണ്ടുപോകാന്ന് ആൻറ്റി പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഈ മടത്തി പോകാൻ സാധ്യതയില്ല. കൊള്ളാം, എനിക്കൊന്നും പറയാനില്ല. പിന്നെ മോളിനി ജീവിതത്തിൽ ഇമാതിരി വെറൈറ്റി തീരുമാനങ്ങൾ എടുത്തിട്ട് എന്നോട് പറയാൻ വന്നു കഴിഞ്ഞാൽ നിന്റെ വായിൽ ഞാൻ മണ്ണ് വാരി ഇടുള്ളൂ കേട്ടോ. പിന്നെ ആ സിസ്റ്റർ എന്ന പുസ്തകമില്ലേ, അത് നിന്റെ ബാഗിലാ. അതെടുത്ത് ആ സിസ്റ്ററൊന്ന് തിരിച്ചു കൊടുക്കാമോ? ഞാനിനി എങ്ങനെയാ, എനിക്ക് ചമ്മല. ആ ശരി. ഇത് ഫ്രാൻസിസ് അസ്സിയുടെ ശിഷ്യൻ ക്രൈസ്തവ സന്യാസത്തെ പറ്റി എഴുതിയ പുസ്തകാ. മോളിതൊന്ന് വായിക്കേ, എന്നിട്ട് ഒരു തീരുമാനം എടുത്താൽ മതി. അപ്പാ, എന്തടി, കാശ് വല്ലതും വേണം? ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എപ്പോഴാണെന്നറിയാവോ? ഇല്ല. അത് സ്വന്തം ജീവിതത്തിന്റെ നിയോഗം തിരിച്ചറിയുമ്പോഴാ. ആ സന്തോഷം ഞാനിപ്പോ അനുഭവിക്കുന്നുണ്ട്. നീ എന്ത് തേങ്ങടി പറയണ? ഞാൻ മടത്തി ചേരാൻ പോവാ, സന്യാസിനിയാവാൻ. എന്റെ പുണ്യാളെ, പണി പാടിയ.
അല്ല എൻ്റെ പുണ്യാളാ, വല്ലാത്തൊരു കൊലച്ചതിയായി പോയി. എൻ്റെ മോളെ കെട്ടിച്ചയക്കുള്ള സ്വർണം വരെ വാങ്ങി വെച്ചതാ. ഞാനെന്ത് ചെയ്യാനാ പോളേട്ടാ? ആ കുട്ടികൾക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ കൂട്ടുകാരിക്കല്ല, പോളേട്ടൻ്റെ മോൾക്ക് തന്നെയാണ് ദൈവവിളി. പുണ്യാളെ എങ്ങനെയെങ്കിലും അവളെ മനസ്സൊന്നും മാറ്റിയായിരുന്നു. പോളേട്ടാ, ഈ ദൈവവിളി എന്ന് പറയുന്നത് മാനത്തുനിന്ന് പൊട്ടി വീഴുന്നതല്ല, ഹൃദയത്തിനുള്ളിൽ നിന്നുണ്ടാവുന്നത്. അത് ആ വ്യക്തിയും ദൈവവും തമ്മിലുള്ള ഒരു പ്രത്യേക ഡീലിങ്സാണ്. പുണ്യാളന്മാർക്കൊന്നും അവിടെ യാതൊരു റോളും ഇല്ല. സോറി പോളേട്ടാ. പോളേട്ടാ, ഈ ലോകത്ത് ലഭിക്കുമായിരുന്ന എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ കൂടെ തനിച്ചിരിക്കാൻ വേണ്ടി 33 വയസ്സുകാരനായ ഒരു തച്ചൻ എല്ലാ രാത്രികളിലും തനിയെ മലമുകളിലേക്ക് കയറി പോകുമായിരുന്നു. ഈ കിട്ടുമെന്ന് ഉറപ്പുള്ളതല്ല വേണ്ടെന്ന് വെക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രത്യേക സുഖമുണ്ട്. അത് ആസ്വദിക്കണമെങ്കിൽ ആ തച്ചൻ്റെ പുറകെ ഒരിക്കലെങ്കിലും ഒന്ന് മല കയറണം, ഒറ്റയ്ക്ക്. കുരിശ് രക്ഷയുടെ അടയാളമാണ്. കുരിശ് വരയ്ക്കുന്നത് കാണാനാണെങ്കിൽ നല്ല രസവും. കുഞ്ഞു കൂട്ടുകാരോട് ചോദിക്കണം ഓരോരുത്തരും എങ്ങനെയാണ് കുരിശ് വരയ്ക്കുന്നത്. വല്യപ്പച്ചനാണെങ്കിൽ, ചേച്ചിയാണെങ്കിലോ ശരിക്കും എങ്ങനെയാണ് കുരിശ് വരയ്ക്കേണ്ടത്? എന്തിനാണ് കുരിശ് വരയ്ക്കേണ്ടത്? കുഞ്ഞു കൂട്ടുകാർക്ക് വേണ്ടിയാണേ. ഹായ് കുഞ്ഞുങ്ങളെ, സുഖമാണോ? ഞാൻ നിങ്ങളുടെ JJV അച്ചാച്ചൻ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ എന്നും പ്രാർത്ഥിക്കാറുണ്ടോ? എന്തോ കേട്ടില്ല? ഉണ്ടെന്നോ ഇല്ലെന്നോ? ഉണ്ടല്ലേ, ശരി. നമ്മൾ ആരോടാണ് ഈ പ്രാർത്ഥിക്കുന്നത്? ദൈവത്തോട്. നമ്മുടെ ദൈവത്തെ പറ്റി നിങ്ങൾക്ക് എന്തെല്ലാം അറിയാം? ഒന്ന് പറഞ്ഞേ. നമ്മുടെ ദൈവം ബലവാനാണ്, സ്ട്രോങ് ആണ്. പിന്നെന്താ? നമ്മുടെ ദൈവം സകലത്തിനും ശക്തനാണ്, ഒരു കാര്യവും അസാധ്യമല്ല. നമ്മുടെ ദൈവത്തിന് മരണമുണ്ടോ? നമ്മുടെ ദൈവത്തിന് മരണമില്ല. അതുകൊണ്ടല്ലേ കുഞ്ഞുങ്ങളെ നമ്മുടെ യേശുപ്പച്ചൻ ക്രൂശിൽ മരിച്ചിട്ടും 3-ാം ദിവസം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റത്. ശരി കുഞ്ഞുങ്ങളെ, അച്ചാച്ചൻ വേറൊരു കാര്യം ചോദിക്കട്ടെ? കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് കുരിശു വരയ്ക്കാൻ അറിയാമോ? അറിയില്ലല്ലേ? വിഷമിക്കേണ്ട കേട്ടോ, അച്ചാച്ചൻ കുരിശു വരയ്ക്കാൻ പഠിപ്പിച്ചു തരാം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന കൈ ഏതാ? റൈറ്റ് ഹാൻഡ്, വലത്തെ കൈ. നിങ്ങൾ കണ്ടുപിടിച്ചോ നിങ്ങളുടെ വലത്തെ കൈ? അച്ചാച്ചൻ റൈറ്റ് ഹാൻഡ് ഇതാണേ. ഓക്കെ, ശരി. നമ്മുടെ ഈ കയ്യിൽ എത്ര വിരലുകളുണ്ട്? 1 2 3 4 5 5 വിരലുകളുണ്ട്. ശരി. നിങ്ങൾക്ക് കള്ളനും പോലീസും കളിക്കാൻ അറിയാമോ? അറിയാല്ലേ? അന്നാ കാര്യങ്ങൾ വളരെ എളുപ്പമായി. എങ്ങനെ നമ്മൾ കള്ളനും പോലീസും കളിയില് പോലീസ് തോക്ക് പിടിക്കുന്നേ? ദേ ഇങ്ങനെ. എങ്ങനെ? ടിഷ്യൂ ടിഷ്യൂ. ഇങ്ങനെയാണ് നമ്മൾ കള്ളനും പോലീസും കളിക്കുമ്പോൾ അതിനകത്ത് തോക്ക് പിടിക്കുന്നത്. ഈ തോക്ക് വിട്ട് കളയരുത് കേട്ടോ. ഇനി അച്ഛൻ പറയുന്ന കാര്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ദേ നോക്കിക്കേ, ഈ 3 വിരലുകളും ഇതുപോലെ കൂട്ടിമുട്ടിക്കണം. നിങ്ങൾ മുട്ടിച്ചോ? കുഞ്ഞുങ്ങളെ, ഈ 3 വിരലുകൾ ചേർത്ത് പിടിച്ചിരിക്കുന്നത് ആരെയാണ് സൂചിപ്പിക്കുന്നതെന്ന് അറിയാമോ? വിശുദ്ധ തൃത്വത്തെ. വിശുദ്ധ തൃത്വമോ? അതെ, വിശുദ്ധ തൃത്വം. തൃത്വം എന്നാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ഈ 3 വിരലുകളും ചേർന്നിരിക്കണം. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ 3 വിരലുകളും ചേർത്ത് വളരെ സാവധാനം നമ്മുടെ നെറ്റിയിൽ തൊട്ട്, പിന്നെ നമ്മുടെ താഴോട്ട് വന്ന് നമ്മുടെ നെഞ്ചിന്റെ ഭാഗത്ത് തൊട്ട്, പിന്നെ അങ്ങോട്ട് പോണം. നേരെ നമ്മുടെ ഇടത്തെ തോളിലേക്ക് പോയിട്ട് വലത്തെ തോളിലേക്ക് പോണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുരിശ് വരയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞു. അച്ചാച്ചന് എങ്ങനെ വേണമെങ്കിലും ഈ കുരിശ് വരയ്ക്കാമായിരുന്നു അല്ലേ? പിന്നെന്താ അച്ചാച്ചൻ ഇങ്ങനൊരു പ്രത്യേക രീതിയിൽ കുരിശ് വരച്ചേ? അതിനൊരു കാരണമുണ്ട്. എന്താണ് ആ കാരണമെന്ന് അറിയാമോ? നമ്മുടെ ദേവപുത്രൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി ഇടത്തേതിന്റെ മക്കളായിരുന്ന നമ്മെ വലത്തേതിന്റെ മക്കളാക്കി തീർത്തു. ഒന്നും മനസ്സിലായില്ല അല്ലേ? വളരെ സിമ്പിൾ ആണ് കുഞ്ഞുങ്ങളെ. അതായത് നമ്മുടെ ദൈവപുത്രനായ യേശുപ്പച്ചൻ
സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി തന്റെ ക്രൂശ് മരണത്താൽ പാപികളായ നമ്മെ രക്ഷിച്ചു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുരിശ് വരയ്ക്കാൻ പഠിച്ചില്ലേ? പഠിച്ചോ? പഠിച്ചു. അപ്പോൾ കുഞ്ഞുങ്ങളെ, ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവിനോടുള്ള ഒരു പ്രാർത്ഥന പഠിച്ചാലോ? ശരി, അച്ചാച്ചൻ പറഞ്ഞു തരുന്ന പ്രാർത്ഥന കേട്ടിട്ട് അത് ഏറ്റു പറയണേ. അതുപോലെ ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ എന്ന ഭാഗം വരുമ്പോൾ അച്ചാച്ചൻ കുരിശു വരയ്ക്കുന്നത് പോലെ നിങ്ങളും കുരിശു വരയ്ക്കണേ. എങ്ങനെ? അച്ചാച്ചൻ പഠിപ്പിച്ച രീതിയിൽ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്കു വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ശരി കുഞ്ഞുങ്ങളെ, ഈ പ്രാർത്ഥന എപ്പോൾ ചൊല്ലുമ്പോഴും 3 പ്രാവശ്യം ചൊല്ലണം. കുഞ്ഞുങ്ങളെ, ഈ പ്രാർത്ഥന നമ്മുടെ എല്ലാ പ്രാർത്ഥനയിലും ആദ്യവും അവസാനവും പ്രാർത്ഥിക്കുന്നതാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥന നിർബന്ധമായും കുഞ്ഞുങ്ങൾ പഠിക്കണം കേട്ടോ. ശരി, അച്ചാച്ചൻ ഇന്ന് നിങ്ങൾക്ക് എന്തൊക്കെ പറഞ്ഞു തന്നു? കുരിശ് വരയ്ക്കാൻ പറഞ്ഞു തന്നു. പിന്നെ കുരിശിൽ മരിച്ചുയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവിനോടുള്ള പ്രാർത്ഥനയും നമ്മൾ പഠിച്ചു. അപ്പോൾ കുഞ്ഞുങ്ങളെ, അച്ഛൻ പൊക്കോട്ടെ. ടാറ്റാ, ബൈ. ചോദ്യം ഉത്തരം. ഇന്നത്തെ ഉത്തരം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരമ്പരയിലെ 4 ചോദ്യങ്ങളും 4 ഉത്തരങ്ങളും പൂർത്തിയാകും. കഴിഞ്ഞ ആഴ്ചത്തെ ചോദ്യം ഇതായിരുന്നു: മാർ അൾവാറീസിന്റെ തിരുശേഷിപ്പുകൾ വീണ്ടെടുത്ത് സ്ഥാപിക്കുന്നത് മുതൽ പ്രാദേശിക പരിശുദ്ധ പ്രഖ്യാപനം വരെയുള്ള പ്രവർത്തനങ്ങൾക്ക് നിയോഗം ലഭിച്ച മലങ്കരയുടെ കാതോലിക്കമാർ 4 പേരാണ്. അവർ ആരൊക്കെ? പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ, മാത്യൂസ് ദിദിയൻ, ദിദിമോസ് പ്രഥമൻ, പൗലോസ് ദിദിയൻ എന്നീ കാതോലിക്ക ബാവ തിരുമേനിമാർ എന്നതാണ് ശരിയുത്തരം. ശരിയുത്തരം അയച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇന്ന് സമ്മാനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഷാൻ തോമസ്, ഉപ്പട, മലപ്പുറം, ഏഞ്ചൽ മറിയം ഷിബു, കല്യാൺ, മുംബൈ. 2 പേർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. 2 പേർക്കും സമ്മാനം ലഭിക്കും. നമ്മുടെ 15ാമത്തെ എപ്പിസോഡ് വരെയുള്ള സമ്മാനങ്ങൾ എല്ലാവർക്കും ലഭിച്ചു എന്ന് കരുതട്ടെ. ബാക്കി സമ്മാനങ്ങളും ഉടനെ തന്നെ ലഭിക്കുന്നതാണ്. അടുത്ത ആഴ്ച മുതൽ പുതിയ ചോദ്യ പരമ്പര, കൂടുതൽ സമ്മാനങ്ങൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ദൈവകൃപയാൽ ഞായർ പള്ളിക്കൂടം 25 എപ്പിസോഡുകൾ പിന്നിടുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞായർ പള്ളിക്കൂടത്തെ പ്രത്യേകം ഓർക്കാനായി അപേക്ഷിക്കുന്നു. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതട്ടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് സന്തോഷങ്ങൾ ഇന്ന് ബൈ പറയുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.